നമസ്കാരം. കഴിഞ്ഞ ദിവസം 70ാമത് നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കാൻ വേണ്ടി ഏറ്റവും അധികം ചാൻസ് കാണുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്കയാണെന്ന് ഞങ്ങൾ അഭിപ്രായപ്പെട്ടിരുന്നു. ഒരുപാട് പ്രേക്ഷകർ മമ്മൂക്കക്ക് അതിന് യോഗ്യനായ വ്യക്തി തന്നെയാണെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ആ ഒരു വീഡിയോയിൽ, അതായത് ഞങ്ങൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോയുടെ താഴെ വന്ന കമന്റുകളിൽ ഭൂരിഭാഗവും മമ്മൂക്കക്ക് അർഹതയുണ്ടെങ്കിൽ പോലും ഈ കൊല്ലവും ആ ഒരു നേട്ടം, ആ ഒരു മികച്ച നടനെന്ന നേട്ടം സ്വന്തമാക്കാൻ സാധിക്കില്ലെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടത്. നാഷണൽ അവാർഡുകൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുമ്പോൾ ഇതുപോലെ ഒരുപാട് തവണ മമ്മൂക്ക മികച്ച നടനാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതൊന്നും നടക്കാറില്ല. ഇതിന് പ്രധാന കാരണം ആ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ കാണുകയുണ്ടായി. BJP ഭരിക്കുന്ന നാട്ടിൽ മമ്മൂക്ക എന്ന നടന്റെ മതം ഒരു പ്രശ്നമാണെന്ന് തന്നെയാണ് ഏറെ പേരും കമന്റ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ അത് സത്യമായിരിക്കാം. എന്നാൽ മറുവശത്ത് ഒന്ന് ചിന്തിച്ചു നോക്കുക. BJP ഭരിക്കാത്ത സമയത്ത് കോൺഗ്രസ് ഭരിച്ചപ്പോൾ പോലും മമ്മൂക്കയുടെ ഒരുപാട് സിനിമകൾ നോമിനേഷൻ ലിസ്റ്റിൽ പോയിട്ടുണ്ട്. അതും ഫൈനൽ റൗണ്ടിൽ വരെ പോയിട്ടുണ്ട്. എന്നിട്ടും ആ ഒരു സമയത്തും അദ്ദേഹത്തിന് ആ ഒരു അംഗീകാരം ലഭിച്ചിട്ടില്ല. കൃത്യമായി പറയുകയാണെങ്കിൽ 2004 കോൺഗ്രസ് ഭരിക്കുമ്പോൾ കാഴ്ച എന്ന മമ്മൂക്ക ചിത്രം, 2009 പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകം, കുട്ടി സ്രാങ്ക്, പഴശ്ശിരാജ, ലൗഡ് സ്പീക്കർ തുടങ്ങിയ ചിത്രങ്ങളും നാഷണൽ അവാർഡിൽ ബെസ്റ്റ് ആക്ടർ കാറ്റഗറിയിൽ പോയിരുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഈ ഒരു ചാനൽ ഒരു സംഗീത ചാനലാക്കി നിങ്ങൾ മാറ്റരുത്. നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഉത്തരേന്ത്യൻ ലോബികൾ എന്ന് തന്നെയാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ് 69ാമത് നാഷണൽ അവാർഡിൽ മികച്ച നടനായി പുഷ്പയിലെ പ്രകടനത്തിലൂടെ അല്ലു അർജുന് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്. മറ്റൊരു ഉദാഹരണം നോക്കിയാൽ തന്നെ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ തന്നെ ഉത്തരേന്ത്യൻ ലോബികളുടെ കളി എത്രത്തോളം ഉണ്ടെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കും. എത്ര മികച്ച രീതിയിൽ സഞ്ജു കളിച്ചാൽ പോലും സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ ഇടം നേടാത്ത ഒരു സാഹചര്യം പോലും അന്നുണ്ടായിരുന്നു. ഈ ഒരു ലോബികൾ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർ ഇന്നലെ പറഞ്ഞ കാര്യം വളരെയധികം ശരിയാണ്. അർഹതയുണ്ടായിട്ടും മമ്മൂക്കക്ക് ഇത്തവണയും മികച്ച നടനാകാനുള്ള സാഹചര്യം ഉണ്ടാകില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. 70ാമത് നാഷണൽ അവാർഡിൽ 2022 ചിത്രങ്ങളാണ് നോമിനേഷൻ ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. മമ്മൂക്കയുടെ നൻപകൽ നേരത്ത് മയക്കം, പുഴു, റോഷക് തുടങ്ങിയ ചിത്രങ്ങളാണ് ഈ ഒരു ലിസ്റ്റിൽ ഇടം നേടിയ ചിത്രങ്ങൾ. 1985 മുതൽ 2015 വരെ മമ്മൂക്കയുടേതായി ഏകദേശം 15 ചിത്രങ്ങളാണ് നാഷണൽ അവാർഡിൽ മികച്ച നടന് വേണ്ടി മമ്മൂക്കയുടേതായി പരിഗണിച്ചത്. എന്തായാലും നമ്മുടെ നാട് ഒരിക്കൽ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കാര്യത്തെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്കുള്ള അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യൂ. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.